ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസുമായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു ജ്യൂസാണ്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിതിലേക്ക് ഒരു 3 പൂവമ്പഴം എടുത്തിട്ടുണ്ട്. പൂവമ്പഴമാണ്. 2 കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുത്ത പാലാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ്, കറുത്ത കസ്കസ് കുതിർത്തതാണിത്. പിന്നെ ഞാൻ ഇതിലേക്ക് റോസ് മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. അതിന് നല്ലൊരു ടേസ്റ്റാണ് അതുകൂടെ വരുമ്പം. നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 5-6 ഗ്ലാസ് ജ്യൂസിനുള്ള ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. റോസ് മിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. എടുത്താൽ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എടുത്തിട്ടില്ലെങ്കിലും ഈ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, കുടിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ചേർക്കണം. ഒരു 2-3 ഡ്രോപ്സ് മാത്രം മതി കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കുടിക്കാൻ നല്ലൊരു ജ്യൂസാണിത്. അപ്പം ഞാൻ ഈ പഴവും കക്കിരിക്കയെല്ലാം കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. ഇപ്പോൾ 2-3 ഡ്രോപ്സ് ഇതൊഴിച്ചു കൊടുത്താൽ മതി. ഞാൻ കുറച്ച് പാലേ ഒഴിക്കുന്നുള്ളൂ. നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. ഓരോരുത്തരുടെ തിക്നെസ്സിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. നല്ല തണുത്ത വെള്ളം തണുത്ത പാലും ചേർക്കണം. നല്ലപോലെ തണുക്കുമ്പോഴാണ് ഇതിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. അപ്പോൾ ഞാൻ 2 സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഓരോ ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ജ്യൂസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ.